ഓൺ ഗ്രിഡിനെ കുറിച്ച് സാധാരണ ആളുകൾ 9 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 1. എന്താണ് ഓൺ ഗ്രിഡ്? 2. എത്ര രൂപ ചെലവ് വരും? 3. മുതൽ മുടക്ക് എത്ര വർഷം കൊണ്ട് തിരികെ ലഭിക്കും? 4. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ബാങ്ക് ലോൺ ലഭിക്കുമോ? 5. സോളാറിൻ്റെ നിയമം മാറുമോ? ഗ്രോസ് മീറ്റർ വരുമോ? 6. ഓൺ ഗ്രിഡ് സോളാർ നഷ്ടമാണോ? ബാങ്ക് വലിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടച്ചാൽ പോരെ? 7. ഓൺ ഗ്രിഡിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുമോ? 8. ഓൺ ഗ്രിഡിൻ്റെ കോട്ടങ്ങൾ എന്താണ്? 9. ഓൺ ഗ്രിഡിൻ്റെ നേട്ടം എന്താണ്? ശരി, നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. എന്താണ് ഓൺ ഗ്രിഡ്? ബാറ്ററി ഇല്ലാത്ത സോളാർ പവർ പ്ലാന്റ് ആണ് ഓൺ ഗ്രിഡ്. ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി ബാറ്ററിക്ക് പകരമായി KCBയുടെ ശൃംഖലയിലേക്ക് കൊടുക്കുന്നു. ഇത് ബാങ്കിൽ പണമിട്ട് ATM നിന്ന് എടുക്കുന്ന പോലെയാണ്. പകൽ കൊടുത്ത വൈദ്യുതി യൂണിറ്റ് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് തിരികെ ലഭിക്കും. ഒരു മാസം മിച്ചമുള്ള യൂണിറ്റ് അടുത്ത മാസത്തേക്ക് വകവെക്കും. എല്ലാ വർഷവും മാർച്ച് മാസം മിച്ചമുള്ള വൈദ്യുതിയുടെ തുക KCB ഉപഭോക്താവിന് നൽകും. എങ്കിൽ എത്ര രൂപ ചെലവ് വരും? 3 കിലോ വാട്ടിന് ശരാശരി 2,20,000 രൂപ ചെലവ് വരുന്നു. ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇത് വ്യത്യാസം വന്നേക്കാം. ഇതിൽ 78,000 രൂപ സബ്സിഡി ഉണ്ട്. ആദ്യം ഈ കണക്കിൽ 2,20,000 രൂപ അടയ്ക്കണം. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സബ്സിഡി നമ്മുടെ അക്കൗണ്ടിൽ വരും. സബ്സിഡി കഴിഞ്ഞ് വരുന്ന ചിലവ് ശരാശരി 3 കിലോ വാട്ടിന് 1,40,000 രൂപ. മുതൽ മുടക്ക് എത്ര വർഷം കൊണ്ട് തിരികെ ലഭിക്കും? 3 കിലോ വാട്ട് ശരാശരി 1,40,000 രൂപ ചെലവ് വരുന്നു. 3 കിലോ വാട്ടിൽ നിന്നും ഒരു മാസം ശരാശരി 360 യൂണിറ്റ് ലഭിക്കുന്നു. KCBയുടെ ഉയർന്ന താരിഫ് 8 രൂപയാണ്. എന്നാൽ 7 രൂപ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ 3 കിലോ വാട്ടിൽ നിന്നും ഒരു മാസം 2,500 രൂപയുടെ വൈദ്യുതി ലഭിക്കുന്നു. അതായത് ശരാശരി കറണ്ട് ബില്ലിൽ 5,000 രൂപ കുറയുന്നു. ഇത് പ്രകാരം 5 വർഷം കൊണ്ട് മുടക്കുമുതലും പലിശയും നമുക്ക് തിരികെ ലഭിക്കും. ഇനി ഇൻഡക്ഷൻ കുക്കർ കൂടെ ഉപയോഗിക്കുന്നുവെങ്കിൽ 4 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കും. ബാങ്ക് ലോൺ ലഭിക്കുമോ? 3 കിലോ വാട്ടിന് 7% പലിശയ്ക്ക് SBI, സെൻട്രൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കർണാടക ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IDB, HDFC തുടങ്ങിയ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ ലഭ്യമാകും. 2 ലക്ഷം രൂപ വരെ 3 കിലോ വാട്ടിന് നമുക്ക് ലോൺ ലഭിക്കും. ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാം. സിബിൽ സ്കോർ ശരാശരി 700-ന് മുകളിലുണ്ടായിരിക്കണം. 10% മാർജിൻ മണി കസ്റ്റമർ കണ്ടെത്തേണ്ടതുണ്ട്. 10 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുണ്ട്. അതായത് കറണ്ട് ബില്ല് തുക മാത്രം ബാങ്കിൽ അടച്ചാൽ മതി എന്നർത്ഥം. സോളാറിന് നിയമം മാറുമോ? ഗ്രോസ് മീറ്റർ വരുമോ? ഉപഭോക്താവിന് സോളാർ നഷ്ടമാകുന്ന ഒരു നിയമവും വരികയില്ല. ഇതിന് കാരണം നമ്മുടെ ഓൺ ഗ്രിഡ് സോളാറിൽ RPO മീറ്റർ ഉണ്ട്. RPO എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ പവർ ഒബ്ലിഗേഷൻ എന്നാണ് അർത്ഥം. അതായത് വൈദ്യുതിയുടെ ഉപയോഗത്തിന് നിശ്ചിത ശതമാനം, അതായത് ആ സംസ്ഥാനം റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കണം. നിലവിൽ അത് 25% ആണെങ്കിൽ 2030 അത് 43% ആയിരിക്കും. ഇപ്പോൾ തന്നെ 25% നിറവേറുന്നത് സോളാർ പവർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ KCB കേന്ദ്രത്തിന് കൂടുതൽ ഫൈൻ കൊടുക്കേണ്ടി വരും. ഈ ഫൈൻ ഒഴിവാക്കുന്നതിനാണ് സോളാറിൽ എത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്നറിയുന്നതിനാണ് RPO മീറ്റർ വെച്ചിരിക്കുന്നത്. മറ്റു സംഗതി 2030 500 GW റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു നിയമം മറ്റൊരു നിയമത്തിനെതിരായി വരികയില്ല. ഇത് മാത്രമല്ല, കേരളത്തിൽ 2 ലക്ഷത്തോളം സോളാർ ഉപഭോക്താക്കളുണ്ട്. ഗ്രോസ് മീറ്ററിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരന്നിട്ട് 1000-ലധികം പരാതികൾ ചെന്നു. അങ്ങനെയെങ്കിൽ ഗ്രോസ് മീറ്റർ വരുവാണെങ്കിൽ 2 ലക്ഷത്തിലധികം പരാതികൾ ചെന്ന് കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള ഡിസ്കോമിനെ അത് ബാധിക്കും. ഓൺ ഗ്രിഡ് നഷ്ടമാണോ? ബാങ്ക് വലിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടച്ചാൽ പോരെ? സോളാർ എന്നത് സൗജന്യ വൈദ്യുതിയാണ്. ഉപഭോക്താവിന് 5 പൈസ മുടക്കം വരുന്നില്ല. ബാങ്ക് പണം മുടക്കും. KCBയുടെ പണം ലോണിൻ്റെ EMI അടയ്ക്കും. ശരാശരി 5 വർഷം കൊണ്ട് ലോണിൻ്റെ മുതലും പലിശയും അടഞ്ഞു തരും. 5,000 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്നയാൾ കഴിഞ്ഞ 10 വർഷം 3 ലക്ഷം രൂപ കറണ്ട് ചാർജ് ഇനത്തിൽ പാഴാക്കും. ഇനി വരുന്ന 10 വർഷം 3 ലക്ഷം രൂപ പാഴാക്കി കളയും. അതായത് 20 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ ആ ആൾക്ക് പാഴാക്കി കളയുന്നു. ഇതിൽ എത്രയോ നല്ലതാണ് 1 ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓൺ ഗ്രിഡിൽ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുമോ? ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിനെ ഗ്രിഡ് ടൈ ഇൻവെർട്ടർ എന്നാണ് പറയുന്നത്. അതായത് സോളാറിൽ കുറവുള്ളപ്പോൾ KCB വൈദ്യുതിയിൽ പ്രവർത്തിക്കും എന്നർത്ഥം. അതായത് KCBയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ എയർ കണ്ടീഷണർ, മോട്ടോർ, മറ്റ് പവർ കൂടിയ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഓൺ ഗ്രിഡിൻ്റെ നേട്ടം എന്താണ്? ബാറ്ററി ഇല്ലാത്തതിനാൽ തുടർ ചെലവുകൾ വരുന്നില്ല. ശരാശരി
10 മണിക്കൂർ മാത്രമേ ഇവ പ്രവർത്തിക്കുന്നതിനാൽ ഇവയ്ക്ക് കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, ലാഭം കൂടുതലാണ്. ശരാശരി 3 മുതൽ 5 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കുന്നു. എന്തൊക്കെയാണ് ഓൺ ഗ്രിഡിൻ്റെ കോട്ടങ്ങൾ? കറണ്ട് പോകുമ്പോൾ ഇത് ഓഫായി പോകുന്നു. ലൈനിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു നിശ്ചിത വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്. വോൾട്ടേജ് കുറവുള്ള സ്ഥലങ്ങളിലും കൂടുതലുള്ള സ്ഥലങ്ങളിലും ഓൺ ഗ്രിഡ് ഓഫായി പോകും. ഒരളവ് വരെ മാത്രമേ ഓൺ ഗ്രിഡ്, അതായത് ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ പരിധിക്കനുസരിച്ചാണ്. അതായത് ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കാൻ കഴിയാതെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിന് പരിശീലനം കൊടുക്കുന്നു, അതുപോലെ സോളാർ കൺസൾട്ടൻസിയും നടത്തുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.